ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെടികൾ, ഈ വീട്ടിലുള്ള ചെടികൾ പഠിക്കും. ഇത് കണ്ടോ, ഇതിന് ഭയങ്കര ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് മാത്രമേ ഇതൊരു ഇൻഡോർ പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതിന് ഭയങ്കര ലെങ്ത്താണ്. ഭയങ്കര ലെങ്ത്ത് ഒരു മാസം കൊണ്ട് ഇത്ര എത്തുന്ന ഒരു ലെവലിലെത്തി. അപ്പോൾ ഇതും ഇൻഡോറാണ്. നെക്സ്റ്റ് ഇതൊരു ലീഫായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് നമുക്ക് നോക്കാം. അറിയുന്നൊരു കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇത് ഒരു ലീഫാണ്. ഇത് ഇൻഡോർ അല്ല, ഔട്ട്ഡോർ തന്നെയാണ്. പക്ഷേ ഇത് ഭയങ്കര ബൊക്കെയായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി. പക്ഷേ ഇതിങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കൊഴിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് ഭയങ്കര ഒരു പെട്ടെന്ന് വളരുന്നത് കാണാം. പക്ഷേ ഇതിന് ഫ്ലവേഴ്സ് ഒന്നുമില്ല കേട്ടോ. ഇത് ഒരു ലീഫായിട്ടുള്ളൊരു ഫ്ലവർ മാത്രം. ഗായ്സ്, ഞങ്ങളുടെ വീട്ടിലുള്ള ഇത്രയും ഒരു വലിയ പ്ലാന്റാണ് ഇത് മാത്രമേ ഉള്ളൂ സ്ഥിരം വലുതായിട്ട്. പക്ഷേ ഇതിന് ഇത് നമ്മളെ മറ്റേ മുള ഇതിൻ്റെ അതിൻ്റെ കുഞ്ഞു സൈസാണ്. ഇത് ഇത്രയൊന്നും അല്ല വളരണ്ട്. ഇതാകെ ഒരു മാസമായിട്ടുള്ളൂ കൊണ്ടുവന്നിട്ട്. ഇത് ശരിക്കും പ്ലാസ്റ്റിക് അല്ല, ഇതൊരു പ്ലാന്റ് തന്നെയാണ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടുള്ള ഇതിൻ്റെ ലീഫ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ തോന്നി ഇത് എല്ലാ വീട്ടിലും ഉണ്ടാകും. ഇതിന് കല്ലിട്ട് നല്ല ഭംഗിയാണ് ഇൻഡോറിനൊക്കെ ഇത് വെക്കുകയാണെങ്കിൽ. നമ്മൾ കാണില്ല മറ്റേ ഒരു ലീഫായിട്ടുള്ള ഒരു ലെങ്ത്തുള്ള അതിൻ്റെ ഈ പ്ലാന്റിൻ്റെ വേറൊരു പ്ലാന്റാണ് ഈ പ്ലാന്റ്. അത് ഭയങ്കര ഒരു കുത്തുന്ന സൈസ്. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതും വേഗത്തിൽ വളരുന്ന സാധനമാണ്. ഇത് ഔട്ട്ഡോർ അല്ല, ഇൻഡോറാണ്. ഇത് കണ്ടു, ഈ കുഞ്ഞു ചെടി പ്രത്യേക ഇത് ഇൻഡോറാണ്. ഞങ്ങളുടെ വീട്ടിൽ പകുതി ഇൻഡോറാണ്, പക്ഷേ അത് ഔട്ട്ഡോറിലാണ് വെക്കുക. കണ്ടു, ഒരു കുഞ്ഞു പീക്കിരി ഫ്ലവറാണ്. ഇത് ഫ്ലവറല്ല, പ്ലാന്റാണ്. ഇതിൻ്റെ സ്മോൾ സൈസാണ്. ഇതിനേക്കാളും വലിയത് വരും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇതിൻ്റെ മീഡിയമാണ് ഇത്. മീൻസ് ഇങ്ങനെ അല്ല ശരിക്കും വളരേണ്ടത്. പിന്നെ ഇത് ഞങ്ങൾ ഒരു ദിവസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സ്മോൾ സൈസ് ഞാൻ വാങ്ങാം. കാരണം വലുതാകുമ്പോൾ ഇത് ഭയങ്കര ഒരു ഗ്ലൂമിയായിട്ടായിരിക്കും ഇരിക്കുക. ഇതെന്താണെന്നറിയില്ല. എന്നാലും ഇത് ഇത്ര എന്ന് പറഞ്ഞാൽ ഇത് ഒരു മാസമായിട്ടുള്ളൂ ഇത്രയും വളർന്ന. ഗൈസ്, ഇത് നമ്മൾ ഇൻഡോറിനൊക്കെ നല്ലതായിരിക്കും. ഇതെന്താ ഇത്രയും. ഗൈസ്, ഇതെൻ്റെ ഫേവറേറ്റ് ഫ്ലവറാണെന്നും പറയാം, അല്ലാന്നും പറയാം. കാരണം ഇതിൻ്റെ ലീഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ അതാണ് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത്. ഇത് നോക്കുക ഗൈസ്, ഇതിൻ്റെ ലീഫിന് ഭയങ്കര പ്രത്യേകത. ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള പകുതിയും ലീഫിനായിരിക്കും പ്രത്യേകത. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചെടി. ഇത് ഇൻഡോറാണ് ഗൈസ്. അതേപോലത്തെ ഇതും അതിന് സെയിം ആണ്. ചിലപ്പം ചെറിയ സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. ചില സ്ഥലത്ത് സെയിം ആയിട്ടായിരിക്കും വരിക. അതെ, ഇത് സ്മോളാണ് ഗൈസ്. ഇത് റൂമിലൊക്കെ പറ്റുന്ന ഇതും അങ്ങനെ തന്നെ. ഇതിന് ഞങ്ങൾ കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. ഇതൊരു ലീഫി ആയിട്ടുള്ള ഫ്ലവറാണ്. അല്ല, ഫ്ലവറല്ല, പ്ലാന്റ് തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഫ്ലവർ അത്രയും ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ഇൻഡോറാണ്. ഇത് ഗൈസ്, ഇതൊക്കെ ഇൻഡോർ. ഇതൊരു ഹാങ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ്. ഇത് ഇൻഡോറാണ്. ഇപ്പം ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ചില വീട്ടിലുണ്ടാകും ഈ സെൻറ്ററായിട്ട് ഇരിക്കുന്ന സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് പറ്റിയൊരു ഫ്ലേവറാണിത്. ഒരു പ്ലാന്റാണ്, ഫ്ലവർ അല്ല കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. ഇതൊരു മുൾച്ചെടിയാണോ? മുള്ളുമില്ല, ഒരു പ്ലാന്റാണ്. ഇത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഇതിന് ഒരു കമ്പ് അങ്ങനെയൊക്കെ പറയാം. ഇത് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. മൈ ഗോഡ്.